വെൽക്കം ടു ദി ആസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് നമ്മൾ ചിക്കൻ പോപ്കോൺ ആണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ചിക്കൻ പോപ്കോണിന് വേണ്ടി നമ്മൾ ചിക്കൻ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാംസ് ചിക്കൻ ഉണ്ടാവും. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ചിക്കൻ പോപ്കോണിന് വേണ്ടി നമ്മൾ ബോൺലെസ് ചിക്കൻ ആണ് എടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ കടലമാവ് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. എരിവിന് സാധാരണ മുളക് പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പുപൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് വെള്ളമൊന്നും ചേർക്കാതെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കടലമാവൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഒരല്പം കൂടി വെള്ളം ചേർത്ത് നമുക്കിത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. വെള്ളം കൂടി പോകരുത്. ചിക്കൻ പോപ്കോണിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാകാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടാവുന്നത് വരെ നമുക്ക് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ചിക്കൻ പീസസ് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. ചിക്കൻ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മളെല്ലാ ചിക്കൻ പീസസും തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇതിന്റെ 2 സൈഡും ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നമ്മുടെ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഇത് കോരി എടുത്തതിന് ശേഷം നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ എണ്ണ ടിഷ്യൂ പേപ്പറിൽ പിടിച്ചോളും. നമ്മുടെ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസസും ഇങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ സൈഡ് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് കോരി മാറ്റാം. ചിക്കൻ്റെ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഈ ചിക്കൻ പോപ്കോൺ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു സ്നാക്കാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.